ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ അലക്കുകല്ലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. നമ്മുടെ അലക്കുകല്ലിന് കൂടെ തന്നെ ഒരു സിങ്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുകളിലൊരു ടാപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ അലക്കുകല്ലുണ്ട്, വെള്ളം പോകാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്, താഴെ സോപ്പ് വെക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ സൈഡിലായിട്ട് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള വാൽവും വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വിചാരിച്ചത് സിമെൻറ്റിൻ്റെ വാട്ടർ ടാങ്കാണ് വെക്കാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എഞ്ചിനീയറാണ് പറഞ്ഞത് ഈ സിങ്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുന്നു. ഞാൻ എറണാകുളത്ത് വന്നിട്ട് 10 വർഷത്തിൽ കൂടുതലായിട്ടോ. ഇത്രയും കാലമായിട്ട് ബാത്റൂമിൽ അലക്കിക്കൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാത്റൂമിലിരുന്ന് അലക്കാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ആഗ്രഹിച്ച പോലൊരു അലക്കല്ല് റെഡിയായത്. ഇതിപ്പോൾ തുണി അലക്കൽ ഭയങ്കര ഈസി ആയിട്ടോ. എനിക്കെന്തായാലും നന്നായി ഇഷ്ടമായി. എന്നെക്കാളും കൂടുതൽ പുതിയ അലക്കല്ല് അമ്മയ്ക്കാണ് ഒത്തിരി ഇഷ്ടമായത്. സിങ്ക് ആദ്യം കണ്ടപ്പോൾ ചെറുതായി പോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ദിവസത്തേക്കുള്ള തുണി അലക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ സിങ്കിനുണ്ട്. തുണിയെല്ലാം അലക്കി കഴിയുമ്പോൾ സിങ്കിനകത്തുള്ള ഈ അടപ്പെടുത്ത് മാറ്റുവാണെങ്കിൽ വെള്ളം അതിലൂടെ ഇറങ്ങിപ്പോക്കോളും. പിന്നെ അതിനകത്ത് തന്നെ ചെറിയൊരു അരിപ്പയുള്ള ഒരു അടപ്പ് കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ അതിനകത്തോടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നീട് വെള്ളം റീഫിൽ ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാൻ എന്തായാലും ഈ വീഡിയോയ്ക്ക് വേണ്ടി പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഫില്ല് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ അലക്കലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.